ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു തോരനാണ് റെഡിയാക്കാൻ പോകുന്നത്. കോവയ്ക്കത്തോരൻ. കോവയ്ക്കത്തോരനിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ക്യാരറ്റാണ്. അതായത് ഞാനിപ്പോൾ ഒരു 250 ഗ്രാം കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ക്യാരറ്റാണ് നുറുക്കിയിട്ടിരിക്കുന്നത്. ഒരു ഒന്നര സവാള അതിലേക്ക് അരിഞ്ഞു ചേർത്തിട്ടുണ്ട്. ഇത് കൂടാതെ വേപ്പില, പച്ചമുളക് എന്ന് പറഞ്ഞാൽ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി തയ്യാറാക്കാം. പാൻ ചൂടായി, അതിലേക്ക് ഓയിൽ ഒഴിച്ചു. ഞാൻ ഇന്നത് വെളിച്ചെണ്ണയിലല്ല തയ്യാറാക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് വേപ്പില, സവാള ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 4-5 പച്ചമുളക്, ഇത് ഞാൻ വെളിച്ചെണ്ണയിലല്ല ചെയ്യുന്ന ഒരു കാരണമുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലിൽ ചെയ്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമുക്കിത് മൂടി വയ്ക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ കോവയ്ക്ക ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പം ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, കാമുറി തേങ്ങ. ബാക്കി 2 പച്ചമുളകും ഒരല്പം, ഒരു 1/4 ടീസ്പൂണും കൂടി ഇല്ല, ഒരല്പം മഞ്ഞൾപ്പൊടി മതി. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. നമ്മുടെ തേങ്ങ റെഡിയായി. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഒരു 5 ഇപ്പം കോവയ്ക്ക ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ സ്പെഷ്യൽ കോവയ്ക്കത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു വേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.